5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 4ാം വാർഷികത്തിൽ അല്ല 9ാം വാർഷികത്തിൽ പിണറായിയോട് ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. 1957 മുതൽ 2025 വരെ എടുത്തു നോക്കുക. 57 EMS ഗവൺമെൻറ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, വിദ്യാഭ്യാസ പരിഷ്കാരം പൂർത്തിയാക്കാൻ കഴിയുന്നാലും കൊണ്ടുവന്നു, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നെ അച്യുതമേനോൻ്റെ ഗവൺമെൻറ് ഒരുപാട് പ്രോജക്റ്റുകൾ തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ കോഴിക്കോട് CWRDM, തിരുവനന്തപുരം TBGRI പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ ഫോർ സ്റ്റഡീസ്, പിന്നെ CDS, ശ്രീചിത്ര തുടങ്ങി നിരവധി KFRI ധാരാളം ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങി. ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു. നയനാരുടെ കാലത്ത് സമ്പൂർണ്ണ സാക്ഷരത വന്നു. അതുപോലെ തന്നെ ജനകീയാസൂത്രണം വന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെൽട്രോൺ, അതിനു മുമ്പ് കെൽട്രോൺ വന്നു. പിന്നെ നമ്മുടെ ടെക്നോ പാർക്ക്, പെൻസിൽവാനിയയിൽ പോയി നയനാരും ടീമും എല്ലാം കണ്ടിട്ട് വന്നതിന് ശേഷം ടെക്നോ പാർക്ക് ഉണ്ടായി. അങ്ങനെ പിണറായി വിജയൻ്റെ 9 വർഷങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള ഏത് കാലമെടുത്താലും വൻകിട പ്രോജക്റ്റുകൾ ഒരുപാട് വന്നു, വലിയ വലിയ പദ്ധതികൾ വന്നു, വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ വന്നു, നല്ല ഭാവനാസമ്പന്നമായ പ്രോജക്റ്റുകൾ വന്നു, വിഷനുകളുള്ള പ്രോജക്റ്റുകൾ വന്നു. എന്നാൽ കഴിഞ്ഞ 9 വർഷക്കാലമായി, പ്രത്യേകിച്ച് ഈ 4 വർഷക്കാലം എന്താണ് പുതിയതായി കൊണ്ടുവന്ന പദ്ധതി? ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒഴിച്ചാൽ, വിഴിഞ്ഞ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയും, പൂർത്തീകരിച്ചു എന്ന് പറയും. ആരുടെ പദ്ധതി? കേന്ദ്ര ഗവൺമെൻറ് പങ്കുണ്ട്, ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. ഗെയിൽ പൂർത്തീകരിച്ചു, ആർക്ക് പങ്കുണ്ട്? എല്ലാവർക്കും പങ്കുണ്ട്. പിന്നെ ദേശീയപാത, നാഷണൽ ഹൈവേ, എല്ലാവർക്കും പങ്കുണ്ട്. ലൈഫ് പദ്ധതി കഴിഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുമായി ചേർന്ന് ചെയ്യുന്ന പദ്ധതിയാണ്. തൊഴിലുറപ്പ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ചെയ്യുന്നതാണ്. കുടുംബശ്രീ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ചെയ്യുന്നതാണ്. നിങ്ങളെ ജലജീവ മിഷൻ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്വച്ഛ ഭാരത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ചെയ്യുന്നതാണ്. തനതായി കേരളത്തിലെ IASകാരോ ബുദ്ധിജീവികളോ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യുന്നവരോ, അത് സയൻറ്റിഫിക് അഡ്വൈസറോ സാധാ അഡ്വൈസറോ എക്കണോമിക് അഡ്വൈസറോ ആരെങ്കിലും ഇരുന്നിട്ട് കുറച്ച് സമയം ഉറക്കമൊഴിഞ്ഞിരുന്നിട്ട്, അല്ലെങ്കിൽ ഉറക്കമൊഴിയണ്ട, അതിനുള്ള പദ്ധതിയില്ല, എന്തെങ്കിലും ഒരു 2 മണിക്കൂർ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു പുതിയ വിഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 10,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വലിയ ഫാക്ടറി തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? വലിയൊരു സംവിധാനം തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? വലിയൊരു തൊഴിൽശാല തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ? സ്റ്റാർട്ടപ്പുകളുടെ കഥ പറയും. സ്റ്റാർട്ടപ്പുകൾ ആളുകൾ സ്വന്തമായി സ്റ്റാർട്ടപ്പ് നടത്തുന്നതിന് ഗവൺമെൻറ് കുറേ ലൈസൻസൊക്കെ ഇളവ് ചെയ്ത് കൊടുത്തു എന്നുള്ളതല്ല, അതല്ല വിഷയം. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ, പിണറായിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ നേരത്തെ പറഞ്ഞു കൊറോണ ഒക്കെ, അപ്പോഴും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രളയം വന്നു, അപ്പോഴും കുറേ സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നം, അതെല്ലാം കഴിഞ്ഞല്ലോ. ഈ കഴിഞ്ഞ 4 വർഷക്കാലം പ്രളയവും ഇല്ല, ഇതൊന്നും ഇല്ലല്ലോ, കൊറോണയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ 4 വർഷം എടുക്കുക, ടോട്ടൽ 9 വർഷം എടുക്കുക. നാളത്തെ ചരിത്രം എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രീ പിണറായി വിജയനെക്കുറിച്ച്, സഖാവ് പിണറായി വിജയനെക്കുറിച്ച്, കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ സംഭാവനകളെക്കുറിച്ച് എഴുതുമ്പോൾ ഏത് കോളത്തിലായിരിക്കും പിണറായി വിജയൻ്റെ പേരെഴുതുക? ഇതൊരു ചോദ്യമാണ്. ഇനി 1 വർഷം സമയമുണ്ട്. ഇനി ബാക്കി എല്ലാ തള്ളലും മറക്കലുകളും, ഈ കഴിഞ്ഞ വർഷവും വിളിച്ചു പ്രൊഫഷണലുകളെ മീറ്റിംഗ്, എന്തിന്? സാഹിത്യകാരന്മാരെ മീറ്റിംഗ്, എന്തിന്? ഓരോ വർഷം വിളിക്കും. സാഹിത്യകാരന്മാരെ മീറ്റിംഗ്, കോളേജ് കുട്ടികളുടെ മീറ്റിംഗ്, പ്രൊഫഷണലുകളുടെ മീറ്റിംഗ്, പിന്നെ സമ്പന്നന്മാരുടെ മീറ്റിംഗ്, പിന്നെ പ്രമുഖന്മാരെ മീറ്റിങ്ങിൻ്റെ പ്രളയമാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പിണറായി വിജയൻ. പിന്നെ കേരള സഭ, ലോക കേരള സഭ, ഇങ്ങനെ ആളുകളുടെ, പിന്നെ നവകേരള സദസ്സ്, ഇങ്ങനെ ആളുകൾ PR വർക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ PR വർക്കെല്ലാം മതിയാക്കി, ഇനിയിപ്പോൾ 1 വർഷം തിരഞ്ഞെടുപ്പാണ്, ഇതെല്ലാം മതിയാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ CAA പിടിക്കാൻ പോകുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിനെ പിടിക്കാൻ പോകുന്നു, പിന്നെ നോട്ട് നിരോധനത്തെ പിടിക്കാൻ പോകുന്നു, മുസ്ലിങ്ങളുടെ സംരക്ഷകരാകുന്നു. ഇങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ വിഷയങ്ങളിലും കൊണ്ട് മുഖ്യമന്ത്രി തലവയ്ക്കും. മുഖ്യമന്ത്രിയോട് വളരെ സ്നേഹപരിശ്രമം പറയണം. താങ്കളോ താങ്കളുടെ വകുപ്പിലുള്ളവരോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിലുള്ളവരോ മറ്റ് മന്ത്രിമാരെ വകുപ്പിലുള്ളവരോ ഉപദേശിക്കുന്നവരോ അഡ്വൈസർമാരോ എല്ലാവരും കൂടി കൂട്ടായിരുന്നോ, ഒറ്റയ്ക്കിരുന്നോ, ഒരാളിരുന്നോ, ഏതെങ്കിലും വിഷനുള്ള ഒരു 3-4 പ്രോജക്റ്റുകൾ തുടങ്ങി വെക്കണം. അത് മലയാളിക്ക് ആവശ്യമുണ്ട്. പിണറായിയുടെ കാലത്ത് തുടങ്ങിയതാണിതെന്ന്. K-Phone എന്തെല്ലാം അഴിമതിയും നഷ്ടവും ബഹളവും ഒക്കെയാണ് അതിനകത്ത് കേൾക്കുന്നത്, സമ്പൂർണ്ണമാക്കാൻ കഴിഞ്ഞു? ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കേരളയിൽ വല്ല കാര്യമുണ്ടോ? അത് കൊണ്ടുവന്ന് കുറേ ഉടായ്പ ബഹളമൊക്കെ കാണിച്ച് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി. പിന്നെ വയനാട് തുരങ്കപാത നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ? പിന്നെ കുറേ തള്ളലുകളാണ്. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ യാതെങ്കിലും ഒരു കാര്യം തനതായി, തൻ്റേതായി, തൻ്റെ ഗവൺമെൻറ്റിൻ്റേതായി, സ്വതന്ത്രമായി ചെയ്തതായി ഒരു പ്രോജക്റ്റ് പറയാവോ? അത് കേരളം നാളെ ചരിത്രം എഴുതുന്ന കുട്ടികൾക്ക് പഠിക്കാനും കൂടിയുള്ള
ഒരു കാര്യമാണ്. തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉള്ളതായി ഒന്ന് പറയാമോ? അത് അറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്.